أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله ما شاء الله. بسم الله ما شاء الله كان. بشأن لا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാ ആൾക്കാരും ഓരോ രീതിയിലും യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടുന്ന സമയം, യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയം, നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലുള്ള ഈ ഒരു ദിക്ർ, അഥവാ ഇത് ഖുർആൻ എന്ന് തന്നെ പറയാം, ഇതോ ആയിക്കോട്ടെ, ഇത് ചൊല്ലിക്കൊണ്ട് നമ്മളങ്ങ് യാത്ര പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആ യാത്രയിൽ നമുക്കിങ്ങനെ വർദ്ധിപ്പിച്ച് അള്ളാഹു തരികയാണ്. മറ്റുള്ള ദോഷവശങ്ങൾ, ഇടങ്ങേറികൾ, ആപത്തുകൾ, മുസീബത്തുകൾ, അപകടങ്ങൾ ഇതൊന്നും തന്നെയും നമുക്കുണ്ടാകില്ല. പക്ഷെ നമ്മളിത് ചെല്ലുന്ന സമയം അള്ളാഹുവിൽ അങ്ങ് അടിയുറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആ വിശ്വാസത്തോടുകൂടി എല്ലാം എൻ്റെ അള്ളാഹ് തന്നെ, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്ന എൻ്റെ പടച്ചവൻ തന്നെ, ഞാൻ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നു എങ്കിൽ തന്നെയും ഇതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഇതിനകത്തുള്ളത്. അള്ളാഹു കാരുണ്യം ചെയ്ത് തന്നില്ല എങ്കിൽ ഒരൊറ്റ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിനകത്ത് അങ്ങ് വെച്ചുകൊണ്ട് ഇത് ചൊല്ലിക്കൊണ്ട് നമ്മളങ്ങ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ കൃപകൾ, അള്ളാഹു ഐശ്വര്യവും, ആ യാത്രയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നടത്തി തരുന്നതുമാണ്. ആ ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം മനസ്സ് വെച്ചുകൊണ്ട് അള്ളാഹുവിൽ അംഗീകരിച്ചുകൊണ്ട് സർവ കാര്യങ്ങളും അള്ളാഹുവാണ് നമുക്ക് ചെയ്തു തരുന്നത് എന്നുള്ള ഒരു കർത്തവ്യബോധം നമ്മളെ മനസ്സിൽ ഉദിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ, നമ്മളങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ നാമം നമ്മളങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കങ്ങ് വർഷിച്ച് കിട്ടുന്നതാണ്. അതിലൊരു തർക്കവുമില്ല. നമ്മളിപ്പോൾ ഏത് കാര്യത്തിലാണോ, ഹലാലായ ഏത് കാര്യത്തിലാണോ നമ്മൾ പുറപ്പെടുന്നത്, ആ കാര്യങ്ങൾ വരെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു തരികയും അതിൽ ഐശ്വര്യവും ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരികയും ചെയ്യും. മാത്രമല്ല, ഇതുകൊണ്ടും തീരുന്നില്ല. ഇതങ്ങ് ചെല്ലി നമ്മളങ്ങ് യാത്ര പോകുമ്പോൾ നമ്മളെ കുടുംബത്തിൻ്റെ സകലമാനമായ കാര്യങ്ങളിലും ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുടുംബത്തിന് ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും എല്ലാവിധ ഗുണങ്ങളും നമ്മളെ കുടുംബത്തിലേക്ക് അള്ളാഹു തരുന്നതാണ്. ഐശ്വര്യം തരുന്നതാണ്, ബർക്കത്ത് തരുന്നതാണ്, സമ്പത്ത് തരുന്നതാണ്. ജനങ്ങളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ, നല്ല നല്ല അഭിപ്രായങ്ങൾ, ജനസമ്മതങ്ങൾ നമുക്ക് തരുന്നതാണ്. നമ്മളൊരു സമ്മതികനായി കൂടി അങ്ങ് പറയുകയാണ്. നല്ല രീതിയിലുള്ള മനസ്സിൻ്റെ ഉടമയാണ് നമ്മൾ. എല്ലാം കൊണ്ടും അള്ളാഹു ഇത് ചൊല്ലിക്കൊണ്ട് യാത്ര ചെയ്യുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനല്ലേ, ആ ഖുർആനാണല്ലോ നമ്മൾ ഈ ചെല്ലുന്നത്. അള്ളാഹുവിനത് വലിയ ഇഷ്ടമല്ലേ, അള്ളാഹു അങ്ങ് ഇഷ്ടപ്പെടുന്നോ ഇത് ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോടങ്ങ് കൃപ തോന്നുന്നോ, അതങ്ങ് ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ പോകേണ്ടത്.
ആ ദിക്ർ ഞാൻ അതാ ഇവിടെ ചെല്ലുന്നു, അത് കൂടുതൽ പ്രാവശ്യമൊന്നും ചെല്ലണ്ട. നിങ്ങൾ ഇറങ്ങി തിരിച്ച് അങ്ങ് പോകാൻ സമയത്ത് ഇത് ഒരു പ്രാവശ്യം അങ്ങ് ചെല്ലിയാൽ മതി. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ അത് ഹൃദയത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് നിങ്ങളങ്ങ് ചൊല്ലിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഗുണങ്ങൾ, ഈ പറയപ്പെടുന്ന എല്ലാ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ പോകുന്ന വ്യക്തിക്ക് തരുന്നതാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതാ ഞാൻ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതാ ഈ ദിക്ർ ചെല്ലാൻ പോവുകയാണ്. ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി മാഷാ അല്ലാഹു തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബിസ്മില്ലാഹി لا حول ولا قوة إلا بالله ما شاء الله توكلت على الله حسبنا الله ونعم الوكيل. بسم الله لا حول ولا قوة إلا بالله ما شاء الله توكلت على الله ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി. പറഞ്ഞുകൊണ്ട് നിങ്ങളങ്ങ് യാത്ര പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾക്ക് പരിധിയില്ല. അത്രത്തോളം ഗുണങ്ങൾ നിങ്ങൾക്ക് തരും. ഏത് സമയത്തായാലും ശരി ഇതങ്ങ് പതിവാക്കി വെക്കണം. യാത്ര പോകുമ്പോൾ ഹലാലായ ഏത് കാര്യത്തിന് പോകുമ്പോഴും ആ ഈദ് ചെല്ലുന്ന കാര്യത്തിൽ നിങ്ങൾ മടി കാണിക്കരുത്. ഇത് ചൊല്ലിക്കൊണ്ടുപോയാൽ എല്ലാവിധ ഗുണങ്ങളും കിട്ടും. അള്ളാഹുവിൽ അങ്ങ് ലയിപ്പിച്ചിരിക്കണം. അള്ളാഹുവിൽ മനസ്സ് വെച്ചുകൊണ്ട് സർവകാര്യങ്ങളും അള്ളാഹു തആലയാണ് നടത്തി തരുന്നത്. നമ്മൾ ഒരു മാധ്യമമാണ് എന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട് നമ്മൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും തരട്ടെ. ഇത് ചെല്ലുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഈ വീഡിയോ കാണുന്നവർക്കും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ എല്ലാവിധ ഗുണവും കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതാ ഇത് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.